ഹലോ, ഈ വർഷത്തെ ജെഇയുടെ സെഷൻ 1 രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ തന്നെ പല ആളുകളും ചോദിക്കുന്ന ഡൗട്ടാണ് ജനുവരി സെഷൻ അങ്ങ് സ്കിപ്പ് ചെയ്താലോ എന്നുള്ളത്, അല്ല എഴുതാതെ അങ്ങ് വിട്ട് കളഞ്ഞാലോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ എൻ്റെ അഡ്വൈസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ ജനുവരി സെഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം, എന്നിട്ട് ജനുവരി സെഷൻ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് കുട്ടികൾ പറയാറുള്ളത്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കുട്ടികൾ പറയുന്ന ഒരു കാര്യം, ജനുവരി അറ്റംപ്റ്റ് ഞാനൊരു പ്രാക്ടീസ് എക്സാം പോലെ പോയി എഴുതിയേക്കാം, എന്നിട്ട് ഏപ്രിലോ അല്ലെങ്കിൽ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് എഴുതാമെന്നുള്ളതാണ് പല ആളുകളുടെയും മൈൻഡ് സെറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ മിസ്റ്റേക്കാണ്, അതൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കൂളിൽ എക്സാം എഴുതുന്ന പോലെയല്ല കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്കൊരു എക്സാമിന് പോയിട്ട് എഴുതാൻ കഴിയില്ല. ഈവൻ ജെഇയുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള മെജോറിറ്റി ഓഫ് കുട്ടികൾ എടുത്ത് നോക്കിയാലും അവർക്കും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അവർക്കും മിസ്റ്റേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. സോ ഐ ഹാവ് ഫിനിഷ്ഡ് ദ സിലബസ്, ഐ വിൽ ടാർഗറ്റ് ഏപ്രിൽ സെഷൻ. ഇതാണ് പല കുട്ടികളും പറയാം. പ്രധാന കാരണം ഇതാണ്. അപ്പോൾ പഠിച്ചു തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജനുവരി എക്സാം എഴുതുന്നില്ല, ഞാൻ ഏപ്രിൽ പോയി എഴുതട്ടെ എന്നാണ് പലരും വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ലെസ് ഡിസ്ട്രാക്ഷൻ അല്ല. ഇപ്പം നിങ്ങൾക്ക് സ്കൂളിൽ ലാബ് തുടങ്ങാൻ പോവുകയാണ്, മോഡൽ എക്സാംസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനാണ്. അതുകൊണ്ട് ജനുവരി സെഷൻ സ്കിപ്പ് ചെയ്തേക്കാം. ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മൾ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് 2 മാസം കൂടെ പഠിക്കാനുണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ പ്രിപ്പയർഡ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ കൂടുതൽ റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏപ്രിലിൽ ടാർഗറ്റ് ചെയ്തേക്കാം, ജനുവരി സ്കിപ്പ് ചെയ്തേക്കാം എന്നാണ് കുട്ടികൾ ചിന്തിക്കുക. നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാകും, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാത്രം പ്രശ്നം, അത് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ ജെഇ ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണത്. ഈവൻ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് സ്കൂളില്ല, എന്നാൽ പോലും 6 മാസം കൊണ്ട് 85 ചാപ്റ്റേഴ്സ് പഠിച്ച് ഓടി എത്തിയിരിക്കുകയാണ് അവർക്കും ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല പഠിക്കാനും റിവൈസ് ചെയ്യാനൊന്നും. അപ്പോൾ എല്ലാവരും ഈക്വലി വീക്ക് ആയിട്ടുള്ള സെഷനാണ് ജനുവരി എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത തന്നെ അതാ, നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ളവരെക്കാൾ മുകളിലെത്തുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പറ്റീഷനിൽ മുന്നിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ആളുകളും വീക്കായിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഏപ്രിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ മാത്രമല്ല എല്ലാവരും എത്തും. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല, അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൻഡ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഡാറ്റ നോക്കുകയാണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് ഓൾവേസ് ഈസിയർ ടു സ്കോർ ദാൻ സെക്കൻഡ് അറ്റംപ്റ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റും സെക്കൻഡ് അറ്റംപ്റ്റും ഡിഫിക്കൽട്ടി ലെവലിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ പോലും നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലെ മാർക്കുകൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം പെർസെൻറ്റേജിൽ കിട്ടാൻ വേണ്ടി വന്നിട്ടുള്ള ആവറേജ് സ്കോർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ജനുവരിയിൽ കണ്ടോ, 90% ആവറേജ് 100 ആണ് വേണ്ടിയിരുന്നത്, 99% 190 ആണ് വേണ്ടിയിരുന്നത്, 97% ആവറേജ് 152 വേണമായിരുന്നു. അത് ഏപ്രിലേക്ക് എത്തിയപ്പം എല്ലാം കൃത്യമായിട്ട് കൂടിയിട്ടുണ്ട്, 152 164 ആയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താ? നേരത്തെ പറഞ്ഞ റീസൺസ് ഒക്കെ തന്നെ, എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി, എല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്തു, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫുകളെല്ലാം ചെറുതായിട്ട് കൂടുകയും ചെയ്തു. ഇത് അടുത്ത വർഷം 2023 പോയാലും സെയിം ട്രെൻഡ് തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണ്. അതായത് ജനുവരിയിൽ നിങ്ങൾ ബാക്കിയുള്ള ആളുകളെക്കാൾ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ മാർക്കിന് തന്നെ ബെറ്റർ പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ് ഇതിൽ ഫിക്സ് ചെയ്യേണ്ടത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ്. ജനുവരി അറ്റംപ്റ്റ് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ആക്കി മാറ്റുക. ആ ജനുവരി 22 മുതൽ 29 ഇടയിൽ ആ എക്സാം തീരുന്നത് വരെ വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ ഇതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് എന്നുള്ളൊരു രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യണം. സോ ഇറ്റ്സ് നൗ ഓർ നെവർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറണം. ഈ വരുന്ന ഇന്നിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇനി 10 ദിവസം അല്ലെങ്കിൽ 12 15 ദിവസമേ ഉള്ളൂ. ആ 15 ദിവസം എക്സാമുകൾ എഴുതി അത് അനലൈസ് ചെയ്ത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങുക. ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്ക് തന്നെ നിങ്ങൾ മാറുക. ഇപ്പം തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരേ വാശിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എഴുതാതെ റിസൾട്ട് നോക്കാതെ നേരത്തെ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യരുത് ഈ സെഷൻ സ്കിപ്പ് ചെയ്തിട്ട് ഏപ്രിൽ നോക്കാം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ വളരെ വാല്യൂബിൾ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ 0 മാർക്കുമായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ പോലും ആ എക്സാമിന് പോയി തിരിച്ചു വരുന്ന എക്സ്പീരിയൻസ് വളരെ വാല്യൂബിൾ ആണ്. ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല. എന്ത് വില കൊടുത്തും രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനുവരി സെഷൻ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളാസ് ബിഗസ്റ്റ് ജെഇ ഫ്രീ മോക്ക് ടെസ്റ്റും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. ജനുവരി 18 ശനിയാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ ഉണ്ടാകും. കിട്ടാത്ത ആളുകൾ, കാണാത്ത ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് 15, 16, 17 ഡേറ്റുകളിൽ നമ്മുടെ ചാനലിൽ 50 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ക്ലാസ്സും ഉണ്ടാകും. കഴിയുന്ന ആളുകൾ അതും എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യാം. സോ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇനി അങ്ങോട്ടുള്ള 15 ദിവസം അല്ലെങ്കിൽ 18 ദിവസം ഫുൾ ഓൺ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. ജെഇയുടെ ജനുവരി സെഷൻ തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് തന്നെ വർക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ 2 വർഷത്തെയും ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പം
കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നാണ്. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.